ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ കുറച്ചധികം ദിവസമായിട്ടോ വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് ട്രാവലും കാര്യങ്ങളും ബിസിയൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഫേസ് നല്ല രീതിക്ക് ടാൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പേരറിയാലോ, നല്ല ടാനും ആയിട്ടുണ്ട്, ഡള്ളും ആയിട്ടുണ്ട്. ഞാനപ്പോൾ ഒരു സെൽഫ് കെയർ എടുക്കാമെന്ന് കരുതി. ബേസിക് സ്കിൻ കെയർ റുട്ടീൻ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അത് ഫോളോ ചെയ്താലും ഒരു മന്ത്ലി ട്വൈസ് ഒക്കെ ഒരു സെൽഫ് കെയർ എടുക്കുന്നത് നല്ലതായിരിക്കും. ഒരു സ്ക്രബും ഒരു ഫേസ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇന്ന് യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റും ബിലോ 100 റുപ്പീസ് ആട്ടോ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ ഹോസ്റ്റലേഴ്സിനും യൂസ് ചെയ്യാൻ പറ്റിയ, അത് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു റുട്ടീനാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹോം റെമഡീസ് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു സെൽഫ് കെയർ എടുക്കാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഞാൻ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് ഫേസ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് സ്ക്രബാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എവർ യൂത്തിൻ്റെ വാൾനട്ട് ഫേസ് സ്ക്രബാട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് സാഷേ പാക്കറ്റാണ്. ഇത് ട്യൂബിലും ലഭിക്കും. സാഷേ പാക്കറ്റിന് 15 രൂപയുള്ളൂ. ട്യൂബിൽ വാങ്ങുവാണെങ്കിലും 88-93 ആ ഒരു റേഞ്ചിൽ കിട്ടും. എന്തായാലും അപ്പോഴും ബിലോ 100 റുപ്പീസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫേസ് സ്ക്രബ് യൂസ് ചെയ്യുന്നതിൻ്റെ പ്രധാന ഒരു ഫലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെഡ് സ്കിന്ന്, അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഒരു ജെന്റലായിട്ടൊരു 2 മിനിറ്റ്സ് ഒക്കെ ഒന്ന് സ്ക്രബ് ചെയ്താൽ മാത്രം മതിയാവും. പിന്നെ എന്താണ്, ആക്നെ പ്രോൺ സ്കിൻ ഉള്ളവർ, അല്ലെങ്കിൽ ഇപ്പം ഫേസിൽ പിമ്പിൾസ് വന്നിട്ടുള്ളവർ സ്ക്രബ് ഒന്ന് ഈ ഒരു സ്റ്റെപ്പ് ഒന്ന് സ്കിപ്പ് ചെയ്തേക്കുക. കാരണം പിമ്പിൾസ് ഉള്ളപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്താൽ അത് പിന്നെ പിമ്പിൾസ് കൂടാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം പിമ്പിൾസ് ഉള്ളവരും ആക്നെ പ്രോൺ സ്കിൻ ഉള്ളവരും ഈ സ്റ്റെപ്പ് മാത്രം ഒന്ന് സ്കിപ്പ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും സ്ക്രബ് യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു സാഷേ പാക്കറ്റ് ഫുള്ളൊന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക്. പിന്നെ ഇത് പാരബൻ ഫ്രീ ആണ്. നിങ്ങൾ സെലക്ട് ചെയ്യുമ്പം ഇത് സ്ക്രബ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഏത് സ്ക്രബ് യൂസ് ചെയ്താലും പാരബൻ ഫ്രീ ആയിട്ടുള്ളത് ചൂസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. നമ്മൾ മെയിനായിട്ട് നമ്മുടെ കവിള്, പിന്നെ ഈ മൂക്കിൻ്റെ ഈ ഭാഗം, 2 ഭാഗം, കാരണം ബ്ലാക്ക് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് അവിടെ ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ നിന്നായിരിക്കുമല്ലോ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടി കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ആ ഭാഗം കേട്ടോ. ഒരു 2 മിനിറ്റ് സർക്കുലർ മോഷന് വേണം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയാൽ തന്നെ അറിയാം നല്ല രീതിയിൽ നമ്മുടെ ഫേസ് സോഫ്റ്റ് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ഡെഡ് സ്കിൻ എല്ലാം റിമൂവ് ആയിട്ടുണ്ട്. എന്നാൽ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ നല്ല രീതിയിൽ റിമൂവ് ആയി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ ട്വൈസ് എ വീക്കെങ്കിലും ഒന്ന് യൂസ് ചെയ്യണം കേട്ടോ. അപ്പം എന്തെങ്കിലും ഫംഗ്ഷൻ ഉള്ളപ്പോൾ ഒരു ദിവസം മുൻപ് യൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ഇത് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് പാക്ക് ആട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബഞ്ചാറാസിൻ്റെ മുൾട്ടാനി മിൽറ്റി ഫേസ് പാക്ക് ആട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന വേരിയൻ്റ് ഓറഞ്ച് ആണ്. അപ്പോൾ ഇത് നമുക്ക് ടാൻ റിമൂവ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നല്ല രീതിയിൽ എൻ്റെ ഫേസ് ടാൻ ആയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഓറഞ്ചിൻ്റെ വേരിയൻ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് പല വേരിയൻറ്റിലുണ്ട് കേട്ടോ. എന്താണ്, പപ്പായ, സാൻഡൽ, മുൾട്ടാനി മിൽറ്റി മാത്രമായിട്ടും ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇതാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ടത്ര ഒരു ക്വാണ്ടിറ്റിയിൽ ഒരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. അപ്പം നോർമൽ വാട്ടർ ഉപയോഗിച്ച് നമുക്ക് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ റോസ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത് മിക്സ് ചെയ്യാൻ വേണ്ടി. ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസി വേണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴേക്കും അങ്ങനെ ഒലിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഒരു 15 മിനിറ്റ്സ് എങ്കിലും നമ്മളിത് നമ്മുടെ ഫേസിൽ വെക്കണം. അപ്പോൾ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്ന ആ ഒരു കൺസിസ്റ്റൻസി മാത്രം നമ്മൾ റോസ് വാട്ടർ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതാട്ടോ കൺസിസ്റ്റൻസി, ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന റോസ് വാട്ടർ ആൽബുട്നസിൻ്റെ റോസ് വാട്ടറാണ്. ഏത് റോസ് വാട്ടർ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ വാട്ടർ ആണെങ്കിലും കുഴപ്പമില്ല, മിൽക്ക് ആണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഇനി ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഒരു
15 മിനിറ്റ് കഴിഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വന്നിട്ടില്ലെങ്കിൽ ഡ്രൈ ആയെന്നർത്ഥം. ഒരുപാടങ്ങ് വല്ലാതെ ഡ്രൈ ആവേണ്ട ആവശ്യമില്ല, ഇത്രയും ഡ്രൈ ആയാൽ മതി. 15 മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഫേസ് ഒന്ന് വാഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തേർഡ് സ്റ്റെപ്പ് ആട്ടോ ഷീറ്റ് മാസ്ക്. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്ത ഗാർണിയറിൻ്റെ ഷീറ്റ് മാസ്ക് ആണ്. ഇതിന് 99 രൂപയുള്ളൂ കേട്ടോ. ഈ ഷീറ്റ് മാസ്ക് അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് ഷീറ്റ് മാസ്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് ഇതാട്ടോ. ഇത് നമുക്ക് ഫേസിനൊരു പെട്ടെന്നൊരു ഗ്ലോ തരാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം നമുക്ക് ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടോ നമുക്കിപ്പം റിമൂവ് ചെയ്യാം. എക്സസ് ആയിട്ടുള്ള സ്ഥലം നമ്മൾ ഫേസിലും നെക്കിലും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് കഴുകി വാഷ് ഔട്ട് ചെയ്യേണ്ട ഒരാവശ്യമില്ല, നമ്മുടെ ഫേസിലേക്ക് പെട്ടെന്ന് തന്നെ അബ്സോർവ് ആയിക്കോളും. അപ്പം പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോകാനുള്ളവർ ഈ സ്ക്രബും ഫേസ് മാസ്ക് ഒന്നും യൂസ് ചെയ്യാൻ ടൈം ഇല്ലാത്തവർ ഇങ്ങനെ ഒരു ഷീറ്റ് മാസ്ക് മാത്രം യൂസ് ചെയ്താലും നല്ലൊരു ബ്രൈറ്റ്നസ് നമ്മുടെ ഫേസിന് കിട്ടും കേട്ടോ. ഞാൻ യൂസ് ചെയ്ത എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേണ്ടവർ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുള്ളായ വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.